ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കഥയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കൂട്ടുകാർക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റാണ് നമ്മൾ പഠിക്കുന്നത്, മായ കാഴ്ചകൾ. അതിലെ 1ാമത്തെ ചാപ്റ്ററായ ഹാമലിനിലെ കുഴലൂത്തുകാരൻ. ഈ കഥ നമുക്ക് പഠിക്കാം. കൂട്ടുകാർക്ക് മുഖംമൂടികളൊക്കെ വെച്ച് കളിക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ ദേ ചിത്രത്തിൽ കാണുന്ന മുഖംമൂടികളൊന്നും ഉണ്ടാക്കി നോക്കിയേ. എന്തൊക്കെ സാധനങ്ങൾ വേണം? ചാർട്ട് പേപ്പർ വേണം, സ്കെച്ച് പെൻ വേണം, പിന്നെയോ കെട്ടാനുള്ള ചരടുകളും വേണമല്ലേ? അപ്പോൾ കൂട്ടുകാർ മനോഹരമായിട്ട് മുഖംമൂടികളൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കഥയാണ് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ കഥ പഠിക്കുന്നതിന് മുൻപ് ആരാണ് എഴുതിയതെന്ന് നമുക്ക് നോക്കാം. റോസ്മേരി പ്രശസ്ത കവയിത്രിയാണ്, പത്രപ്രവർത്തകയുമാണ്. 1956 ജൂൺ മാസം 22 കാഞ്ഞിരപ്പള്ളിയിൽ ജനിക്കുന്നു. വാക്കുകൾ ചേക്കേറുന്നിടം, വേനലിൽ ഒരു പുഴ, ചാഞ്ഞു പെയ്യുന്ന മഴ, വൃശ്ചിക കാറ്റ് വീശുമ്പോൾ, ഇവിടെ ഇനിയും ഒരാൾ എന്നിവ റോസ്മേരിയുടെ പ്രധാന കൃതികളാണ്. അപ്പം നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഹാമലിനിലെ കുഴലൂത്തുകാരൻ. കഥ പഠിക്കുന്നതിന് മുൻപ് കഥയ്ക്ക് പിന്നിൽ ഒരു ചരിത്രമുണ്ട് കേട്ടോ. ജർമ്മനിയിലെ ഒരു മനോഹരമായ പട്ടണമായിരുന്നു ഹാമലിൻ. മധ്യകാലഘട്ടമായപ്പോൾ പട്ടണത്തിലെ കുട്ടികളെല്ലാം കൂട്ടത്തോടെ അപ്രത്യക്ഷരാവുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ഒക്കെ ചെയ്തിരുന്നു. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് നിരവധി കഥകളും കവിതകളും ഒക്കെ രചിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഗ്രിം സഹോദരന്മാർ സമാഹരിച്ച ഒരു ജർമ്മൻ നാടോടി കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പഠിക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മാത്രമല്ല ഈ പാഠഭാഗത്തിൽ തന്നെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ഒരു ക്ലാസ്സിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ വീഡിയോ അവസാനം വരെ കാണുക. ഹാമലിനിലെ കുഴലൂത്തുകാരൻ. എലികൾ എലികൾ, സർവത്ര എലികൾ. കിടക്കയിൽ, അലമാരിക്കുള്ളിൽ, അടുക്കളയിൽ, കുളിപ്പുരയിൽ, സ്വീകരണമുറിയിൽ, കലവറയിൽ, എന്തിന് കൊച്ചു കുഞ്ഞുങ്ങളുടെ തൊട്ടിലിനുള്ളിൽ വരെ എലികൾ അങ്ങനെ മതിച്ചു നടപ്പാണ്. പള്ളികളിൽ, ഓഫീസുകളിൽ, ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, പലവ്യഞ്ജന കടകളിൽ, പോലീസ് സ്റ്റേഷനിൽ മൂഷികന്മാരില്ലാത്ത ഒരിടവുമില്ല. ഹാമലിൻ പട്ടണത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. വെസർ നദിയുടെ തീരത്തുള്ള മനോജ്ഞമായ ഒരു പട്ടണമായിരുന്നു അത്. ശുദ്ധവായു, തെളിനീർ, ഫലഭൂയിഷ്ഠമായ മണ്ണ്, അധ്വാനികളും സച്ചിതരുമായ ദേശവാസികൾ, എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായ ഒരിടം. പക്ഷേ പറഞ്ഞിട്ടെന്തു കാര്യം? അതൊക്കെ പഴയ കഥ. ഇന്നെല്ലാം താറുമാറായിരിക്കുന്നു. ഹാമലിൻ നിവാസികൾ സ്വസ്ഥത എന്തെന്നറിഞ്ഞിട്ട് നാളേറെയായിരിക്കുന്നു. എല്ലാറ്റിനും കാരണം എലികളാണ്. ആ നാശം പിടിച്ച എലികൾ. എലികൾ അത്ര കുഴപ്പക്കാരാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. കാരണം എല്ലായിടത്തുമുണ്ട് എലികൾ. അവറ്റ അത്യാവശ്യ കുഴപ്പങ്ങളും കുണ്ടാമണ്ടികളും ഒക്കെ ഒപ്പിക്കാറുണ്ടെങ്കിലും ആരും അതത്ര കാര്യമായി എടുക്കാറില്ല. അതുപോലല്ല ഹാമലിനിലെ എലികൾ. അവർ ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിനാണ് അവിടെ എത്തിച്ചേരുന്നത്. എവിടെ നിന്ന് വന്നതാണെന്ന് ആർക്കും പിടിയുമില്ല. ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് നിരത്തിലൂടെ എലികളുടെ വലിയൊരു ഘോഷയാത്ര കടന്നു വരുന്നു. ആളുകൾ അമ്പരന്ന് നിൽക്കെ മൂഷികപ്പട എല്ലായിടത്തും വ്യാപിച്ചു. ദിവസങ്ങൾ കൊണ്ട് അവ പെറ്റുപെരുകി. തെരുവുകളും മുറ്റങ്ങളും വീടുകളും അവർ കയ്യേറി. അവർക്ക് ആരെയും ഒന്നിനെയും പേടിയുണ്ടായിരുന്നില്ല. എവിടെയും പാഞ്ഞു കയറും. നിങ്ങൾ ചുവരിൽ തൂക്കിയിട്ടിരുന്ന കോട്ടെടുത്ത് ഇടാൻ ഭാവിക്കുമ്പോൾ അതിൻ്റെ പോക്കറ്റിനുള്ളിൽ ഒരെലി. കളിത്തൊട്ടിലിൽ നീന്തി തുടിക്കുന്നുണ്ടാവും 3-4 എണ്ണം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പലഹാരങ്ങളൊക്കെയും കൊതിയന്മാരായ എലികൾ വന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. അടുക്കളയിൽ ആഹാരം പാകം ചെയ്തു വച്ചാൽ കലത്തിനുള്ളിൽ നൂണ് കടക്കും. മേശമേൽ ആഹാരം വിളമ്പി വയ്ക്കേണ്ട താമസം. അവറ്റകൾ കൂട്ടത്തോടെ അവിടെ എങ്ങും പാഞ്ഞു നടക്കും. പാത്രത്തിൽ തലയിടും. അതോടെ നിങ്ങൾ ആഹാരം കഴിക്കേണ്ടെന്ന് വയ്ക്കും.
ഒരു പണിയും സ്വസ്ഥമായിരുന്ന് ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നിങ്ങളുടെ ഉടലിലും കാലിനടിയിലുമൊക്കെയായി അവറ്റകൾ കയറിയിറങ്ങി നടപ്പുണ്ടാകും. ആളുകൾക്ക് എലികളുടെ ചിലപ്പും ബഹളവും കാരണം അന്യോന്യം വർത്തമാനം പറയാൻ കൂടി വയ്യെന്നായി. അത്രയ്ക്കുണ്ട് ശബ്ദകോലാഹലം. കൊച്ചു പൈതങ്ങളെ തൊട്ടിലാട്ടുമ്പോൾ 2-3 മൂഷികന്മാരും കൂടി അതിനുള്ളിൽ കയറിയിരുന്ന് ഒപ്പം ഊഞ്ഞാലാടുന്നുണ്ടാവും. എന്തിന്? പകലത്തെ അലച്ചിലൊക്കെ കഴിഞ്ഞ് രാത്രി സ്വസ്ഥമായൊന്ന് ഉറങ്ങാമെന്ന് വച്ചാൽ അവിടെ എങ്ങും സ്വൈരം കിട്ടില്ല. എലിക്കുഞ്ഞുങ്ങൾ കൂട്ടമായി പാഞ്ഞു വന്ന് കിടക്കുന്നവരുടെ മേലേക്ക് കയറി മറിഞ്ഞ് രസിക്കലാണ് പിന്നത്തെ പ്രധാന പരിപാടി. എലികളെ കൊണ്ട് ആളുകൾ വശം കെട്ടു. എല്ലാവരും ചേർന്ന് നഗരപിതാവായ മേയർക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. മൂഷികപ്പടയുടെ കടന്നുകയറ്റം തങ്ങളെ സ്വസ്ഥ ജീവിതത്തെ എങ്ങനെയൊക്കെ താറുമാറാക്കി എന്നതായിരുന്നു ആ നീണ്ട നിവേദനത്തിൻ്റെ വിഷയം. അത് വായിക്കാതെ തന്നെ മേയർക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവരെ പോലെ തന്നെ മേയറും അവറ്റകളെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജനപ്രതിനിധികളെ വിളിച്ചുകൂട്ടി വിശദമായ ഒരു ആലോചന യോഗം നടത്തി. എലികളെ നശിപ്പിക്കാൻ പലരും പല പ്രതിവിധികളും നിർദ്ദേശിച്ചു. എലിവിഷം പലതരം, ശക്തിയുള്ള കീടനാശിനികൾ, പലതരം എലിക്കെണികൾ, ഓരോരുത്തരും ഓരോരോ ആശയങ്ങൾ മുന്നോട്ട് വച്ചു. മേയറുടെ നേതൃത്വത്തിൽ ഓരോന്നും പരീക്ഷിച്ചു നോക്കി. എലികൾ പെരുകുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല. ഹാമലിൻ നിവാസികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടിട്ട് അടുത്തും അകലെയുമുള്ള പട്ടണങ്ങളിൽ വസിക്കുന്ന എലിപിടുത്തക്കാരൊക്കെയും ആ വഴി വന്നു. അവർ പല അഭ്യാസങ്ങളും പയറ്റി നോക്കി. ഒക്കെയും വൻ പരാജയം. മനസ്സുമെടുത്ത മേയർ ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഹാമലിൻ പട്ടണത്തിൽ നിന്ന് എലികളെ എന്നേക്കുമായി തുരത്തുന്നവർക്ക് 1000 പൊൻപണം സമ്മാനം. മൈക്കിൽ കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതിനു പുറമെ വലിയ അക്ഷരത്തിൽ ഒരു ബാനർ കെട്ടിത്തൂക്കുകയും ചെയ്തു. ആർക്കും കാണാൻ പാകത്തിൽ പട്ടണ കവാടത്തിൽ തന്നെയാണ് അത് പ്രദർശിപ്പിച്ചത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം മേയറുടെ ഓഫീസ് വാതിലിൽ മൃദുലമായ ഒരു മുട്ട് കേട്ടു. മേയർ ആഗതനോട് ഉള്ളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. വിചിത്ര വേഷധാരിയായ ഒരാൾ അദ്ദേഹത്തിൻ്റെ സമക്ഷത്ത് ഹാജരായി. കുപ്പായത്തിൻ്റെ ഒരു പാതി മഞ്ഞ, മറുപാതി ചുവപ്പ്. മഞ്ഞയും ചുവപ്പും വരകളുള്ള ഒരു നീണ്ട ഉറുമാൽ കഴുത്തിൽ കെട്ടിയിരിക്കുന്നു. കൂടാതെ കട്ടിയുള്ള ഒരു ചരടും കഴുത്തിലുണ്ട്. അതിൻ്റെ അറ്റത്തായി ഒരു കുഴൽ വാദ്യം തൂങ്ങിക്കിടക്കുന്നു. കുഴലൂത്തുകാരൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഈ പട്ടണത്തിലെ എലികളെ തുരത്തിയാൽ താങ്കൾ എനിക്ക് 1000 പൊൻപണം പ്രതിഫലം തരുമോ? 1000 അല്ല, 10,000 പണം തരാൻ തയ്യാർ. നിങ്ങൾ ഈ നശിച്ച എലികളെ എന്നേക്കുമായി ഇവിടുന്ന് ഓടിച്ചു കളഞ്ഞാൽ മാത്രം മതി, മേയർ പറഞ്ഞു. ഇത് കേട്ട് അയാളുടെ മുഖത്ത് നേർത്ത ഒരു മന്ദഹാസം വിരിഞ്ഞു. അയാളുടെ വിരലുകൾ അസാധാരണമായ വിധം നീണ്ടു മെല്ലിച്ചതായിരുന്നു. സാവധാനത്തിലുള്ള ചലനങ്ങളും മൃദുലമായ സംസാരവും ഒക്കെ കൂടി അയാൾക്കൊരു വിഷാദവാന്റെ മട്ടുണ്ടായിരുന്നു. മേയറുടെ ഓഫീസിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങിയ പാടെ അയാൾ തൻ്റെ കുഴൽവാദ്യം ചുണ്ടോടടുപ്പിച്ചു. അത്ഭുതമായൊരു ഈണം പുറപ്പെട്ടു. നേർത്തതും എന്നാൽ മായികവുമായ ഒരു പ്രത്യേക രാഗം. കുറച്ചു നേരം കൊണ്ട് എങ്ങും നിശബ്ദത പരന്നു. 10,000 മൂഷികന്മാർ ഓടുകയും ചാടുകയും കരളുകയും ചെയ്യുന്ന പണികൾ നിർത്തിവെച്ചു. എന്നിട്ട് ഈണം പുറപ്പെടുന്ന ദിക്കറിയാൻ ഏകാഗ്രതയോടെ ചെവികൾ കൂർപ്പിച്ചു. പിന്നത്തെ കോലാഹലമൊന്നും വിവരിക്കാനാവില്ല. മൂഷികന്മാരുടെ ഒരു കൂട്ടപ്പെരളി. നിലവറക്കുണ്ടുകളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും മച്ചിൻപുറങ്ങളിൽ നിന്നും അവറ്റകൾ കൂട്ടം കൂട്ടമായി കുഴൽവാദ്യം പുറപ്പെട്ട ദിക്കിലേക്ക് പാഞ്ഞു. ആളുകൾ ആ കാഴ്ച കണ്ട് അന്തം വിട്ടങ്ങനെ നിൽക്കുകയാണ്. കുഴലൂത്തുകാരൻ പട്ടണത്തിലെ തെരുവുകളും ഇടവഴികളും പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. വശ്യതയാർന്ന ആ ഈണം അയാളുടെ കുഴലിലൂടെ അനുസൃതമായങ്ങനെ ഒഴുകുന്നു. എലികൾ ഒന്നടങ്കം അയാളെ പിന്തുടരുന്നു. അയാളുടെ കണ്ണുകൾ ഒരു പ്രത്യേക മട്ടിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഓടകൾ, തെരുവിൻ്റെ ഇരുണ്ട മൂലകൾ, പൂന്തോട്ടങ്ങൾ, കോവണി ചുവടുകൾ, കോതമ്പ് വയലുകൾ, എവിടെയെല്ലാം എലികൾ പതുങ്ങിയിരിപ്പുണ്ടോ അവിടെ നിന്നെല്ലാം അവൻ പുറത്തേക്ക് കുതിക്കുന്നുണ്ടായിരുന്നു. കുഴലൂത്തുകാരൻ മുന്നിൽ, ലക്ഷോപലക്ഷം മൂഷികന്മാർ പിന്നാലെ. തെരുവീതിയുടെ ഇരുവശത്തും അവിശ്വസനീയമായ ഈ കാഴ്ച കാണാൻ തടിച്ചുകൂടിയ ജനങ്ങൾ. നടന്ന് അയാൾ വെസർ നദിക്കരിയിലെത്തി.
എന്നിട്ട് നദിയിലിറങ്ങി 3-4 കാലടികൾ മുന്നോട്ട് വച്ചു. കുഴലൂത്തുകാരൻ്റെ പിന്നാലെ പാഞ്ഞ എലികൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ പുഴയിലേക്ക് എടുത്തു ചാടി. അവ ഒന്നോടെ ആ പെരുവെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. അവസാനത്തെ എലി പുഴയിൽ ചാടും വരെ അയാൾ കുഴലൂതിക്കൊണ്ട് അതേ നിൽപ്പു തുടർന്നു. അങ്ങനെ ഏറെ മാസങ്ങളായി ഹാമലിൻ പട്ടണത്തെ നരകതുല്യമാക്കിയ ആ മൂഷികന്മാർ ഒന്നോടെ ചത്തൊടുങ്ങി. ജനങ്ങൾ സന്തോഷത്താൽ ആർപ്പ് വിളിച്ചു. അവർ തെരുവീഥികളിൽ നൃത്തം ചെയ്തു. കുട്ടികൾ തുള്ളിച്ചാടി. കുഴലൂത്തുകാരൻ മേയറുടെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി ഇതാ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി തരാമെന്നേറ്റ 1000 പൊൻപണം തരൂ. മേയറുടെ മുഖം മാറി. പുഞ്ചിരിയുടെ സ്ഥാനത്ത് ധിക്കാരം നിറഞ്ഞ ഭാവം. 1000 പൊൻപണമോ? വെറുതെ ഈ കുഴലെടുത്ത് ഒന്ന് ഊതി നിസ്സാരമായൊരു രാഗം കേൾപ്പിച്ചു തന്നെയോ? 50 പൊൻപണം തരാം. വേണമെങ്കിൽ ചെയ്ത സേവനത്തിന് കുപ്പായത്തിന്മേൽ ഒരു ബഹുമതി ചിഹ്നം കൂടി കുത്തിത്തരാം. മൂഷികപ്പട ഒന്നൊഴിയാതെ ചത്തൊടുങ്ങി കിട്ടി. ഇനി എന്തിന് അത്രയും വലിയൊരു തുക വെറുതെ സമ്മാനമായി കൊടുക്കണം? എളിയവനായ ഈ കുഴലൂത്തുകാരനെ വല്ല നിസ്സാര തുകയും കൊടുത്ത് ഒഴിവാക്കിയേക്കാം. ഇങ്ങനെ പോയി മേയറുടെ ചിന്തകൾ. അപ്പോൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച തുക നിങ്ങൾ എനിക്ക് തരില്ല അല്ലേ? അവസാനം എന്നോണം കുഴലൂത്തുകാരൻ ഒരിക്കൽ കൂടി മേയറോട് ചോദിച്ചു. ഇല്ല, 50-ൽ കൂടുതൽ ഒരു ചില്ലി പോലും നിങ്ങൾക്ക് ഞാൻ തരാൻ പോണില്ല, മേയർ തറപ്പിച്ചു പറഞ്ഞു. കുഴലൂത്തുകാരൻ ഒരക്ഷരം പോലും പറയാതെ നേരെ പുറത്തിറങ്ങി. എന്നിട്ട് ഹാമലിൻ പട്ടണത്തിൻ്റെ പ്രധാന വീതിയിലെത്തി. ഒരിക്കൽ കൂടി കുഴൽ വാദ്യം അയാൾ ചുണ്ടോട് ചേർത്തു. ഇത്തവണ ഒഴുകി വന്ന നാദം ആരുടെയും മനം മയക്കുന്നതായിരുന്നു. കാതിന് ഇൻപം പകരുന്ന ആ മനോജ്ഞ രാഗം ഹാമലിലെങ്ങും ഒഴുകി നടന്നു. അപ്പോഴുണ്ട് കുട്ടികൾ ആ മധുരനാദത്തിനൊത്ത് താളം പിടിച്ചും ചുവട് വച്ചും നൃത്തം ചെയ്തും അണിയണിയായി അങ്ങനെ എത്തിച്ചേരുന്നു. മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്നവരും വീട്ടിനുള്ളിൽ വിശ്രമിക്കുന്നവരും അമ്മമാരുടെ മാർത്തട്ടിൽ മയങ്ങിക്കിടക്കുന്ന പൈതങ്ങളും അവരോടൊപ്പം ചേർന്നു. ആ പട്ടണത്തിലെ സകലമാന കുട്ടികളും കൈകൂർത്ത് നൃത്തം ചെയ്തുകൊണ്ട് കുഴലൂത്തുകാരൻ്റെ പിന്നാലെ കൂടി. അച്ഛനമ്മമാർ ഇത് കണ്ടമ്പരന്നു. അവർ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവരെ പിന്തിരിപ്പിക്കാനായില്ല. വെസർ നദിയുടെ തീരത്തുകൂടി നടന്ന് നടന്ന് നീണ്ടു പോയ ഒറ്റയടി പാത പിന്നിട്ട് കുഴലൂത്തുകാരനും കുട്ടികളും ചെങ്കുത്തായ ഒരു മല ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. മലയുടെ മുന്നിലെത്തിയപ്പോൾ അയാൾ പുതിയൊരു രാഗം പൊഴിച്ചു. അതാ മലയുടെ ചരിവിലായി ഒരു ചെറുവാതിൽ തുറന്നു വരുന്നു. അയാൾ കുട്ടികളെ അതിനുള്ളിലേക്ക് ആനയിച്ചു. പൊട്ടിച്ചിരികൾ ഉതിർത്തുകൊണ്ട് കുട്ടികൾ തുള്ളിച്ചാടി. അത്യാഹ്ലാദത്തോടെ അവർ കുഴലൂത്തുകാരൻ കാട്ടിയ വഴിയേ നടന്നു. പട്ടണവാസികൾ സ്തംഭരായങ്ങനെ നിലകൊണ്ടു. അവർക്ക് ആ ബാലകരെ ഒരു വിധത്തിലും തടയാനായില്ല. അങ്ങനെ ഹാമലിൻ പട്ടണത്തിലെ കുട്ടികളെല്ലാവരും നിഗൂഢമായ ഏതോ ഒരിടത്തേക്ക് പോയി മറഞ്ഞു. മുടന്തനായ ഒരു ബാലൻ മാത്രം പിന്നിൽ അവശേഷിച്ചു. നടക്കാൻ ബുദ്ധിമുട്ടാകയാൽ അവൻ ഏറെ പിന്നിലായിപ്പോയി. അവൻ കുന്നിൻ ചെരുവിലെത്തുമ്പോൾ ആ ഗുഹാവാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു. ഒറ്റയ്ക്കായി പോയ ആ പിഞ്ചു ബാലൻ കുന്നിൻ ചെരുവിലിരുന്ന് തേങ്ങിക്കരഞ്ഞു. തൻ്റെ കൂട്ടുകാരെ ഓരോരുത്തരെയായി പേര് ചൊല്ലി വിളിച്ചു. പക്ഷേ വിളി കേൾക്കാൻ ആരുമേ ഉണ്ടായിരുന്നില്ല. നോക്കി നിൽക്കെ ആ വാതിലും മറഞ്ഞുപോയി. അതിൽ പിന്നെ നമ്മുടെ കുഴലൂത്തുകാരനെയോ കുട്ടികളെയോ ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷേ മലയുടെ ചരിവിൽ നിന്ന് കുട്ടികളുടെ മണിനാദം പോലുള്ള ചിരിമുഴക്കങ്ങൾ ഇടയ്ക്കിടെ കേൾക്കാറുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നു. ഒപ്പം ആരുടെയും ഹൃദയത്തെ പിടിച്ചുലയ്ക്കും വിധം നിഗൂഢവശ്യതയാർന്ന കുഴലൂത്തിൻ്റെ ഈണവും അവിടെങ്ങും ഒഴുകി പരക്കാറുണ്ടത്രേ. എന്തായാലും അതിനുശേഷം ഒറ്റ എലികൾ പോലും ഹാമലിൻ പട്ടണത്തിൽ പ്രവേശിച്ചിട്ടില്ല, ഉറപ്പ്. ഈ കഥ എഴുതിയത് റോസ്മേരിയാണ്. അപ്പോൾ കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? കഥ കേട്ടിങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. വായിക്കാം, പറയാം. എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായ ഒരിടമാണ് ഹാമലിൻ എന്ന് പറയാൻ കാരണമെന്ത്? പിന്നീട് അവിടെ സംഭവിച്ചത് എന്താണ്? കണ്ടെത്തി പറയൂ. നമ്മൾ പാഠം പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. വായിക്കാം. എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായ ഒരിടമായിരുന്നു ഹാമലിൻ പട്ടണം. വെയ്സർ നദിയുടെ തീരത്തുള്ള മനോജ്ഞമായ ഒരു പട്ടണമായിരുന്നു ഹാമലിൻ. ശുദ്ധവായു, തെളിനീർ, ഫലഭൂയിഷ്ഠമായ മണ്ണ്, അധ്വാനികളായ പ്രദേശവാസികൾ, എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായ ഒരു സ്ഥലം. പക്ഷേ ഇന്ന് അതെല്ലാം മാറി.
ഹാമലിൻ നിവാസികളുടെ ഉറക്കം കളയാൻ ഇന്ന് അവിടെ എലികളാണുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. മൂഷികപ്പടയുടെ കടന്നുകയറ്റം തങ്ങളുടെ സ്വസ്ഥ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നാണ് നഗരവാസികൾ പറയുന്നത്. ചുരുക്കി എഴുതൂ. ഉത്തരം നോക്കൂ കൂട്ടുകാരെ. ഹാമലിൻ പട്ടണം എലികൾ കയ്യേറി. അടുക്കളയിലും മേശപ്പുറത്തും ആഹാര സാധനങ്ങളിലും എലികൾ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ തൊട്ടിലിൽ മുതൽ ആളുകളുടെ കോട്ടിനുള്ളിൽ വരെ എലികൾ പാഞ്ഞു കയറി. എലികളുടെ ചിലപ്പും ബഹളവും കാരണം ആളുകൾക്ക് സംസാരിക്കാൻ പോലും വയ്യെന്നായി. പകലത്തെ അലച്ചിലൊക്കെ കഴിഞ്ഞ് രാത്രി സ്വസ്ഥമായി ഒന്നുറങ്ങാമെന്ന് വെച്ചാൽ കിടക്കുന്നവരുടെ മേൽ എലികൾ കയറി മറിഞ്ഞു കളിക്കും. ഇങ്ങനെയെല്ലാമാണ് മൂഷികപ്പടയുടെ കടന്നുകയറ്റം ഹാമലിൻ നഗരവാസികളുടെ ജീവിതത്തെ ബാധിച്ചത്. അടുത്ത ചോദ്യം. തെരുവീതിയുടെ ഇരുവശത്തും അവിശ്വസനീയമായ ഈ കാഴ്ച കാണാൻ തടിച്ചുകൂടിയ ജനങ്ങൾ. എന്തായിരുന്നു ആ കാഴ്ച? കണ്ടെത്തി പറയൂ. എന്തായിരുന്നു? നോക്കാം. ലക്ഷോപലക്ഷം മൂഷികന്മാർ അഥവാ എലികൾ കുഴലൂത്തുകാരന് പിന്നാലെ തെരുവീതിയിലൂടെ പോകുന്ന അവിശ്വസനീയമായ ഈ കാഴ്ച കാണാനായിരുന്നു അവിടെയുള്ള ജനങ്ങൾ തെരുവീതിയുടെ ഇരുവശത്തും തടിച്ചുകൂടിയത്. അടുത്ത ചോദ്യം നോക്കാം. വിളംബരം. മനസ്സുമടുത്ത മേയർ ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. മേയർക്ക് മനസ്സുമടുത്തത് എന്തുകൊണ്ട്? ചർച്ച ചെയ്യൂ. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ മേയർക്ക് മനസ്സുമടുത്തത്? നോക്കാം. എന്തുകൊണ്ടും ഐശ്വര്യസമ്പൂർണമായ പട്ടണത്തിൽ എലികൾ കടന്നുകൂടിയതോടെ അവിടുത്തെ ഐശ്വര്യങ്ങളെല്ലാം നഷ്ടമാകുന്നു. അങ്ങനെ മേയറും ജനങ്ങളും ഒരുമിച്ച് പല അഭ്യാസങ്ങളും എലികളോട് വയറ്റി. എല്ലാം വൻ പരാജയമെന്ന് തന്നെ പറയാം. ഇങ്ങനെയാണ് മേയറുടെ മനസ്സ് മടക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിക്കുന്നു. ഹാമലിൻ പട്ടണത്തെ എലികളിൽ നിന്ന് രക്ഷിക്കുന്നവർക്ക് 1000 പൊൻപണം സമ്മാനമായി നൽകാമെന്നായിരുന്നു വിളംബരം. അടുത്ത ചോദ്യം നോക്കൂ. നിങ്ങളാണ് ആ വിളംബരം ചെയ്യുന്നതെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കും? സംഘത്തിൽ അവതരിപ്പിച്ച് ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. ഉത്തരം നോക്കൂ കൂട്ടുകാരെ. മേയർ ചെയ്തതുപോലെ തന്നെ നമ്മളെ എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതിയിലുള്ള പാരിതോഷങ്ങൾ നൽകാനായിട്ട് ശ്രദ്ധിക്കും. സംഭാഷണം എഴുതാം. മേയറും കുഴലൂത്തുകാരനും തമ്മിൽ നടന്ന സംഭാഷണം രണ്ടുപേർ ചെന്ന് ഭാവത്തോടെ അവതരിപ്പിക്കും. കുഴലൂത്തുകാരൻ. മേയർ. മേയർ. നിങ്ങൾ ആരാണ്? കുഴലൂത്തുകാരൻ. മേയർ, നിങ്ങളുടെ വിളംബരം കേട്ടിട്ട് മൂഷികന്മാരെ തുരത്താൻ വന്നതായിരുന്നു ഞാൻ. മേയർ. അതെയോ? കുഴലൂത്തുകാരൻ. ഈ പട്ടണത്തിലെ എലികളെ തുരത്തിയാൽ താങ്കൾ എനിക്ക് 1000 പൊൻപണം പ്രതിഫലം തരുമോ? മേയർ. 1000 അല്ല, 10,000 പൊൻപണം ഞാൻ നിങ്ങൾക്ക് തരാം. ഈ എലികളെ എന്നേക്കുമായി ഇവിടെ നിന്ന് ഓടിച്ചു തന്നാൽ മതി. കുഴലൂത്തുകാരൻ. ശരി, ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം അങ്ങേ വന്ന് കാണുന്നതാണ്. മേയർ. ശരി, അങ്ങനെയാകട്ടെ. മറ്റ് സന്ദർഭങ്ങളെ അനുയോജ്യമാക്കി കൂട്ടുകാരും ഇതുപോലെ സംഭാഷണം തയ്യാറാക്കി നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം. പദഭംഗി. നടന്ന് നടന്ന് അയാൾ ബെസർ നദിക്കരിയിലെത്തി. ഈ വാക്യത്തിൽ ഒരേ പദം ആവർത്തിച്ചത് ശ്രദ്ധിച്ചല്ലോ. ഇതുകൊണ്ട് ആശയത്തിന് എന്ത് ശക്തിയാണ് ലഭിക്കുന്നത്? ചില ഉദാഹരണങ്ങൾ നോക്കൂ. പതുങ്ങി പതുങ്ങി, പെയ്തു പെയ്ത്. ഇതുപോലെ സമാനമായ മറ്റു പദങ്ങൾ നമുക്ക് കണ്ടെത്താം. കയറി കയറി, ഓടി ഓടി, പെയ്തു പെയ്ത്, അണിയണിയായി. അടുത്ത ചോദ്യം നോക്കൂ കൂട്ടുകാരെ. അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാം. നാട്ടിലെ എല്ലാ എലികളും നശിച്ചപ്പോൾ മേയർ കുഴലൂത്തുകാരനോട് പെരുമാറിയത് എങ്ങനെ? തുടർന്ന് കുഴലൂത്തുകാരൻ ചെയ്തതെന്ന്. രണ്ടുപേരും ചെയ്തത് ശരിയായോ? കൂട്ടുകാരുടെ അഭിപ്രായം എന്താണോ അത് എഴുതുക കേട്ടോ. നോക്കൂ. നാട്ടിലെ എലികളെല്ലാം നശിച്ചപ്പോൾ മേയർ കുഴലൂത്തുകാരന് കൊടുക്കാമെന്ന് പറഞ്ഞ് 1000 പൊൻപണം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന് വളരെയധികം വിഷമമാകുന്നു. തുടർന്ന് കുഴലൂത്തുകാരൻ ഹാമലിലെ കുട്ടികളെ കൊണ്ടുപോകുന്നു. ഇതിൽ മേയർ ചെയ്തത് ഒട്ടും ശരിയല്ല. കാരണം കുഴലൂത്തുകാരൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കാത്തതിനാലാണ് അദ്ദേഹം മേയറെ ഒരു പാഠം പഠിപ്പിച്ചത്. അപ്പോൾ കൂട്ടുകാർക്ക് എന്താണോ അഭിപ്രായം അത് എഴുതി വയ്ക്കുക കേട്ടോ. അടുത്ത് നോക്കൂ. കഥയരങ്ങ്. വിവിധ നാടുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം നാടൻ കഥകൾ പ്രചാരത്തിലുണ്ടാകും. ഇത്തരം കഥകൾ കൂട്ടുകാർ ശേഖരിച്ച് എഴുതി വയ്ക്കുക കേട്ടോ. അടുത്ത് സ്കിറ്റ്. കഥയിലെ സവിശേഷ മുഹൂർത്തങ്ങൾ കണ്ടെത്തി അവ സ്കിറ്റായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നേരത്തെ തയ്യാറാക്കിയ മുഖംമൂടികളൊക്കെ കൂട്ടുകാർക്ക് ഉപയോഗിക്കാം കേട്ടോ. കളിക്കാം, രസിക്കാം. അപ്പോൾ ഇനിയൊരു ചെറിയ കളിയാണ് കേട്ടോ. കുട്ടികൾ പരസ്പരം തൊടാതെ സാവധാനം ക്ലാസ്സിൽ നടക്കണം. 5, 6, 7, 8
എന്നിങ്ങനെ സംഖ്യ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അത്രയും പേരുള്ള സംഘങ്ങളായിട്ട് മാറണം. അതിനുശേഷം നോക്കൂ, കാട്, പുഴക്കടവ്, കൊട്ടാരം, പൂമ്പാറ്റ പിടിക്കൽ, കെട്ടിട നിർമ്മാണം, തെരുവ്, ഗാനമേള ഇവയുടെ നിശ്ചല ചിത്രങ്ങൾ 1 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി അവതരിപ്പിക്കുകയും വേണം. അപ്പോൾ കൂട്ടുകാർ കളിക്കുമല്ലോ അല്ലേ? കൂട്ടുകാർക്ക് കളിക്കാൻ ഇഷ്ടമാണല്ലോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്നൊരു മനോഹരമായ കഥ പഠിച്ചു. കഥ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായോ? പാഠഭാഗങ്ങളെ ചോദ്യോത്തരങ്ങളൊക്കെ പഠിച്ചല്ലോ അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്